അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയ കുറച്ച് പാട്ടുകൾ പാടാനായി നമുക്കൊപ്പം ചേരുന്നത് ആരാണ്? പെരുന്നാളൊക്കെ അല്ലേ, നമുക്കൊരു പെരുന്നാൾ വൈബ് അങ്ങ് പിടിച്ച് പോവല്ലേ. അതെ, നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് മാപ്പിളപ്പാട്ട് ഗസൽ കലാകാരൻ ഫിറോസ് ബാബു ആണ്. ഫിറോസ് ബാബു വരും. വെൽക്കം. എങ്ങനെയാ പെരുന്നാളിന്റെ ആ ഒരു വൈബിലേക്കൊക്കെ കടന്നോ? എന്ത് പറയുന്നു? നമസ്കാരം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് നല്ല പാട്ടുകൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വാർത്തകൾ കേൾക്കും, ഒപ്പം പാട്ടുകളും പാടും എന്നുള്ളതാണ്. അപ്പൊ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാം, അതാണ് ഇവിടുത്തെ ഒരു പതിവ്. ഞാൻ തുടങ്ങുമ്പോ പെരുന്നാള് എത്തി. ഇന്ന് പ്രവാസികൾക്ക് പെരുന്നാളായല്ലോ. അതെ, പെരുന്നാളായി. അപ്പോൾ അവരാഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രവാസ ഓർമ്മയുണ്ട് ഇതിന്റെ പുറകിൽ. പ്രവാസിയായിരുന്നു 12 വർഷം. അപ്പോൾ ഇന്ന് നമ്മൾക്കിന്ന് നാട്ടിൽ പെരുന്നാൾ രാവാണ്. അപ്പോൾ ഞാനൊക്കെ നിങ്ങളുടെ കൂടെയുള്ള ലൈവ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വീട്ടുകാരുടെ അടുത്തെത്തിയാൽ സാധനങ്ങൾക്ക് ഓടണം. ആൺതരി ഒന്നാ ഞാൻ. അപ്പോൾ നമുക്ക് ഓട്ടമാണ്. അതാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഗൾഫ് പോലെ എന്താ പറയുക, രാവിനെ പകലാക്കുന്ന സമയമാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെയാണല്ലോ. പുലർകാലം വരെ നാളെ കടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പാടാൻ കഴിഞ്ഞ കാസറ്റ് പാട്ടുകളിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാട്ടായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ക്യാപ്ഷനൊക്കെ വന്നത് അല്ലേ? പൂനില പുഞ്ചിരി തൂകി കെസ്സും പാടി നടന്നു. അത് തന്നെ പാടിക്കൊണ്ടു. പൂനില പുഞ്ചിരി തൂകി കെസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ? പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ? പൂനില പുഞ്ചിരി തൂകി കെസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ? പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ? ഒരിക്കലും മറക്കില്ല, മറക്കുവാൻ കഴിയില്ല ഒളിക്കണ്ണു കൊണ്ടുള്ള നോട്ടം, മൊഞ്ചുള്ള മോറും മാറും കാട്ടിക്കൊതിപ്പിച്ചെന്നെ വല്ലാത്ത പൊല്ലാപ്പിലാക്കി. പൂനില പുഞ്ചിരി തൂകി കെസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ? പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ?